കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ 1975-80 കാലഘട്ടങ്ങളിൽ പഠിച്ച കുട്ടികൾ ഇന്നലെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു ഫോട്ടോ ഇട്ട് ആഘോഷിക്കുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൊല്ലം MP പ്രേമചന്ദ്രനോടും ഒപ്പമുള്ള അവരുടെ കോളേജ് ഫോട്ടോ. സുരേഷ് ഗോപി മലയാള സിനിമയിൽ അരങ്ങ് വാണിരുന്നപ്പോഴും ഇതേ ചിത്രം കാണിച്ച് സുരേഷ് എന്റെ ക്ലാസ്മേറ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം പഠിച്ചവരാണ് ഞങ്ങൾ എന്നാണ്. ഒപ്പം കൊല്ലം MPയും അവരുടെ അഭിമാനമായി. അന്ന് SFIക്കാരനായിരുന്ന സഖാവ് ഒരു ഡോക്ടറായി ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കാണാം എന്നോർത്തവർക്ക് പിന്നീട് കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയത് അഭ്രപാളിയിലൂടെ ഡോക്ടറെയും പോലീസുകാരനായും അതുപോലെ തന്നെ നല്ല അച്ഛനായും ഒക്കെ അവരുടെ സുരേഷിനെ കാണുമ്പോഴാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അഭിമാനത്തോടെ രാജ്യം ഭരിക്കുന്ന സാരഥിമാരിൽ ഒരാളായി മാറുന്നു അവരുടെ സുരേഷ്. അവരെല്ലാവരും അവരുടെ സുരേഷിന് മനസ്സ് നിറഞ്ഞ ആശംസകളാണ് കഴിഞ്ഞ ദിവസം നേർന്നത്. ഒരേ ക്ലാസ്സിൽ പഠിച്ച 2 കൊല്ലക്കാരന്മാർ അവരാണ് ഇക്കുറി ലോക്സഭയിൽ എത്തിയത്. ഒന്ന് സുരേഷ് ഗോപി, 2 കൊല്ലം MP NK പ്രേമചന്ദ്രൻ. സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസം വളരെ സന്തോഷത്തിലായിരുന്നു. ആ അവസരത്തിലാണ് കോളേജ് പഠനകാലത്തെ ഓർമ്മകൾ പങ്കുവെച്ച് സുരേഷ് ഗോപിയോടൊപ്പം പഠിച്ച സഹപാഠി ഇന്നസെന്റ് എത്തിയത്. കൊല്ലത്തെ ഫാത്തിമ മാതാ കോളേജിലാണ് സുരേഷ് ഗോപി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 1975-80 കാലഘട്ടങ്ങളിലാണ് സുരേഷ് ഗോപി ഫാത്തിമ മാതാ കോളേജിൽ പഠിച്ചത്. പ്രീഡിഗ്രി കാലം മുതൽ ഒരു മെഡിസിൻ ഔട്ട്ലുക്കിലാണ് സുരേഷ് ഗോപി പോയത് എന്നായിരുന്നു സുഹൃത്ത് ഇന്നസെന്റിന്റെ വാക്കുകൾ. സുരേഷ് ഗോപി സിനിമയൊക്കെ കാണാൻ കറങ്ങി നടക്കും. അങ്ങനെയാണെങ്കിലും രാത്രി വന്ന് കൃത്യമായി കമ്പൈൻ സ്റ്റഡിയിൽ പങ്കെടുക്കും. ഞങ്ങളുടെയൊക്കെ മാസ്റ്റർ ആയിരുന്നു സുരേഷ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയാം. സുരേഷ് ഗോപിയുടെ പഴയകാല ചിത്രങ്ങളും അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. കൊല്ലം MP NK പ്രേമചന്ദ്രനും സുരേഷ് ഗോപിയും ഒരുമിച്ചൊരു ക്ലാസ്സിൽ പഠിച്ചതാണ് എന്നാണ് ഇന്നസെന്റ് പറഞ്ഞത്. NK പ്രേമചന്ദ്രനുമായുള്ള ക്ലാസ് ഫോട്ടോയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. സുരേഷ് ഗോപി ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഈ കോളേജിൽ വെച്ചാണ്. അന്ന് സോളജി അസോസിയേഷൻ സെക്രട്ടറിയായാണ് സുരേഷ് ഗോപി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് മത്സരിച്ച് കോളേജിൽ നിന്ന് ജയിച്ചു. പിന്നീട് സുരേഷ് ഗോപി സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ആ വഴി തിരഞ്ഞെടുത്തു. NK പ്രേമചന്ദ്രൻ LLB കഴിഞ്ഞു. അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് കടന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് സുരേഷ് ഗോപി എന്ന് ഇന്നസെന്റ് ഓർമ്മിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ഫോണിൽ വിളിച്ചു എന്നും താൻ അഭിനന്ദനം അറിയിച്ചു എന്നും അഭിമാനത്തോടു കൂടിയാണ് ഇന്നസെന്റ് പറയുന്നത്. പഴയൊരു സുരേഷ് ഗോപിയെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഓർമ്മയുണ്ട്. എനിക്ക് ജീവിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അങ്ങേയറ്റം എത്തിക്കണം, റോഡിൽ കണ്ടാൽ തിരിച്ചറിയുന്നവർ പോലും കുറഞ്ഞു വരുന്ന കാലമായിരുന്നു എനിക്ക് ഒരു ഇടവേള. ഈ വാക്കുകൾ ഒരിക്കൽ സുരേഷ് ഗോപി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും വിശ്വസിക്കാതെ നിൽക്കും. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ വരെ കഴിഞ്ഞ ദിവസം വളരെയധികം ചർച്ചയായിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന പേര്. ചെറിയ ഒരു ഇടവേള പോലും എടുക്കാനാകാത്ത വിധത്തിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരക്ക്. കുറച്ച് സിനിമകൾ ചെയ്തു തീർക്കാനുണ്ട്. മന്ത്രിസ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്ക് ഒഴിവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ദേശീയ തലസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചു വരുത്തിയാണ് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയത്. 1992 ഒരു വാഹനാപകടത്തിൽ സുരേഷ് ഗോപിയുടെ 1.5 വയസ്സുള്ള മകൾ മരിച്ചതിന് ശേഷവും സിനിമയിൽ സജീവമായിരുന്ന അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയിരുന്നു. അതിനിടെ സുഹൃത്തുക്കളായ പല നിർമ്മാതാക്കൾ അദ്ദേഹത്തിനെ സമീപിച്ചു. എല്ലാവരും തിരിച്ചയച്ചു. ഞാൻ മുങ്ങിത്താഴുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞായിരുന്നു അന്ന് അദ്ദേഹം അവരെ മടക്കി അയച്ചിരുന്നത്. മകളുടെ മരണവും മറ്റു ചില വിഷയങ്ങളും അദ്ദേഹത്തെ അത്രമാത്രം തളർത്തിയിരുന്നു. അതിനിടയിലാണ് 2005 ഭരത്ചന്ദ്രൻ IPSലൂടെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയത്. തൊട്ടു പിന്നാലെ ദ ടൈഗർ, ചിന്താമണി കൊലക്കേസ് തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ. പിന്നീട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം 2020 വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപി വീണ്ടും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞാടിയത്. എന്തായാലും ഇനിയൊരു തിരിഞ്ഞുനോട്ടം സുരേഷ് ഗോപിക്കില്ല. താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയോടെ എല്ലാ പൂർണ്ണതകളും ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ. ഒപ്പം ആരെയും ചതിക്കരുത്, ആരെയും ദ്രോഹിക്കരുത്, താൻ കാരണം ഒരു മനുഷ്യനും വേദനിക്കരുത്, ഒരു ജീവി പോലും വേദനിക്കരുത് എന്ന് ചിന്തിക്കുന്ന നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമ. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ തേടിയെത്തിയില്ലെങ്കിലല്ലേ അതിശയിക്കേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.